ജി സുധാകരൻ ഇപ്പോൾ CPM ഒരു വലിയ തലവേദനയായി തീർന്നിരിക്കുകയാണ്. സുധാകരൻ പറയുന്നത് കാര്യമാണ്, പക്ഷെ CPM സംബന്ധിച്ചിടത്തോളം അത് അവർക്കൊരു തലവേദനയാണ്. 2021 പിണറായി വിജയൻ പലരെയും വെട്ടിനിരത്തി. ആ വമ്പന്മാരുടെ ഒരു നിര തന്നെയായിരുന്നു തോമസ് ഐസക്, EP ജയരാജൻ, ജി സുധാകരൻ. ഇതിൽ ആലപ്പുഴ ജില്ലയിലുള്ളതാണ് രണ്ടുപേർ, ഐസക്കും ജി സുധാകരൻ. ഐസക്കിനെ പിന്നീട് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് തോറ്റു. ഇപ്പോൾ ഒരിടത്ത് ഇരുത്തിയിരിക്കുന്നു, കേൾക്കാനുമില്ല. സുധാകരൻ അതല്ല, സുധാകരൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം സഖാക്കന്മാരെ ഓർമ്മിപ്പിക്കാറുണ്ട്. കാരണം ഞങ്ങളെ പോലുള്ളവർ വിയർപ്പൊഴുക്കിയതാണ് ഈ പ്രസ്ഥാനം എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഭരണമെന്ന് പറയുന്നത് PR വർക്കല്ല, മറിച്ച് അത് നല്ല രീതിയിൽ കൊണ്ടുവരേണ്ടതാണ്. ടാറും സിമെന്റും ചേർത്താൽ നല്ല റോഡ് ഉണ്ടാകും. അത് ചെയ്യാതെ ഈ കോൺക്ലേവും മറ്റും നടത്തിയിട്ട് ഒരു കാര്യമില്ലെന്നാണ് സുധാകരൻ പറയുന്നത്. ശരിയാണ്, കോൺക്ലേവ് നടത്തുന്നത് അല്ലെങ്കിൽ ലോക കേരള സഭ, മറ്റെന്തെങ്കിലും സഭ, അയ്യപ്പ ഭക്ത സംഗമം, ഇതൊക്കെ ഒന്നാം തരം തട്ടിപ്പാണെന്നാണ് സുധാകരൻ പറയുന്നത്. അത് തട്ടിപ്പാണെന്ന് എവർക്കും അറിയാം. സുധാകരൻ അത് പറയാനുള്ള ഒരു ആർജവം കാണിച്ചു എന്നുള്ളതാണ്. സുധാകരനെ 2021 ആ തെരഞ്ഞെടുപ്പിന് ശേഷം തരം താഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത്. 21 അമ്പലപ്പുഴയിൽ നിന്ന് സലാം ജയിച്ചു, വലിയ ഭൂരിപക്ഷമൊന്നുമില്ലായിരുന്നു. സലാമിനെ തോൽപ്പിക്കാൻ സുധാകരൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുപോയ പരാതിയിലാണ് അന്വേഷണം നടത്തി. എളമരം കരീമായിരുന്നു അന്വേഷണ വിദഗ്ധൻ. അദ്ദേഹം തന്നെ കണ്ടിട്ടേ ഇല്ലെന്നാണ് സുധാകരൻ പറയുന്നത്. രണ്ട് പക്ഷവും കാണുന്നുണ്ട്, അതില്ലാതെ റിപ്പോർട്ട് പോയി. അങ്ങനെ സുധാകരനെ തരം താഴ്ത്തി. സുധാകരനെ എവിടെ വരെ താഴ്ത്താൻ കഴിയും? സുധാകരൻ നമുക്കറിയാം 2016 കേരളത്തിൽ ഒരു കൃത്യം ക്ലീൻ ഇമേജോടുകൂടി ഭരണം നടത്തി വന്നിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ശബരിമല യുവതീ പ്രവേശ വിഷയ സമയത്ത് അല്പം ഒരു പേരുദോഷമൊക്കെ ഉണ്ടായി. സുധാകരൻ ഈ എന്തും അങ്ങ് വിളിച്ചു പറയും പെട്ടെന്ന്. അങ്ങനെ വികാര വിക്ഷോഭത്തോടുകൂടി പിണറായി വിജയനോടൊപ്പം നിന്ന് അദ്ദേഹം തന്ത്രി കുടുംബത്തെയും തന്ത്രിമാരെയും പറ്റി ചിലതൊക്കെ അങ്ങ് പറയാൻ തുടങ്ങി. അത് ഹിന്ദുക്കളുടെ ഇടയിൽ അല്പം പേരുദോഷം അദ്ദേഹത്തിന് ഉണ്ടാക്കി എന്നുള്ളതാണ്. അദ്ദേഹം കർക്കിടക മാസത്തിൽ രാമായണം വായിക്കും, വീട്ടിൽ മൃത്യുഞ്ജയ ഹോമം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ശബരിമല വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിന് അല്പം എതിർപ്പ് നേരിടേണ്ടി വന്നു. അതുപോലെ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായി ഇരുന്നിട്ടുണ്ട്. ഈ ദേവസ്വം വകുപ്പ് മന്ത്രിമാരായിട്ട് ഇരിക്കുന്നവരുടെ എല്ലാം ഗതി ഇത് തന്നെയാണ് കേട്ടോ. പിന്നീട് പാർട്ടി അകറ്റി മാറ്റി നിർത്തുക ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, മറ്റു പലരെയും അറിയാം. കോൺഗ്രസിനകത്ത് ശിവകുമാർ ഇപ്പൊ എന്താണ്? അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ ആകാൻ പോകുന്നത് നമ്മളെ VN വാസവന്. ഇത് അടുത്ത ഈ ഒരു അവസ്ഥയിലേക്കാകുന്ന അദ്ദേഹമായിരിക്കും. അപ്പൊ എന്തായാലും സുധാകരന് പറഞ്ഞത് ആലപ്പുഴയിലെ ഒരു പുസ്തക പ്രകാശന വേളയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ താൻ തോറ്റതല്ലെന്നും തോൽപ്പിച്ചതാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. സുധാകരനെ ഇപ്പൊ തരം താഴ്ത്തി നിർത്തിയിരിക്കുന്നത് അദ്ദേഹം സലാമിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള പേരിലാണ്. ആ സുധാകരൻ തന്നെ ഇപ്പോൾ ഇതാ തിരിച്ചടിച്ചു കൊടുത്തിരിക്കുകയാണ്. താനും തോറ്റിട്ടുണ്ട്. ജനാധിപത്യത്തിൽ ജയവും തോൽവിയും ഒക്കെ ഉണ്ടാകുമല്ലോ. VS അച്യുതാനന്ദൻ തോറ്റിട്ടില്ലേ? VS അച്യുതാനന്ദനെ തോറ്റതാണോ തോൽപ്പിച്ചതാണെന്ന് ഏവർക്കും അറിയാം. പാർട്ടി ജയിക്കുമ്പോൾ VS ജയിക്കില്ല, VS ജയിക്കുമ്പോൾ പാർട്ടി ജയിക്കില്ല. ഇതൊക്കെ ഏവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. VSനെ എങ്ങനെ തോൽപ്പിക്കണം? 2011 VS അധികാരത്തിൽ വരും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അല്ലേ പിണറായി വിജയൻ കളിച്ചത് പാർട്ടിയെ തോൽപ്പിക്കാൻ. അങ്ങനെ UDF കഷ്ടിച്ച് കടന്നുകൂടുകയാണ് ചെയ്തത്. അപ്പോൾ VSനെ ഒതുക്കാൻ വേണ്ടിയായിരുന്നു 2011 പാർട്ടി തോൽവി ഏറ്റെടുത്തത്. ഇതൊക്കെ ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. രാഷ്ട്രീയം മനസ്സിലാക്കി വരുന്നവർക്കൊക്കെ. സുധാകരൻ അത് കൃത്യമായിട്ട് പറയുകയുണ്ടായി. തന്നെയും തോൽപ്പിച്ചിട്ടുള്ളതാണ്, ശരിയാണ്.
പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. കേഡർ പാർട്ടി ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നടക്കും എന്നുള്ളത് ഉറപ്പാണ്. സുധാകരൻ ഇത് കൃത്യമായ അവസരം വരുമ്പോൾ ഉപയോഗിക്കുന്നുമുണ്ട്. അദ്ദേഹം ഈ അടുത്ത കാലത്തും പറഞ്ഞതാണ്, ഈ PR വർക്ക് നടത്തിയിട്ട് കാര്യമൊന്നുമില്ല, കേരളം പല കാര്യങ്ങളിലും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഈ PR വർക്ക് നടത്തിക്കൊണ്ടുവന്ന് കെട്ടിപ്പൊക്കിയതാണല്ലോ ആരോഗ്യരംഗം, എന്നിട്ട് ആ ആരോഗ്യരംഗത്തിന് എന്ത് പറ്റി? വീണ ജോർജ് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്, CPM-ന്റെ കയ്യിലാണ് ആ വകുപ്പ്. ആ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീക്കുണ്ടാകുന്ന ദാരുണ അന്ത്യമൊന്നും ആരും മറന്നിട്ടില്ല എന്നുള്ളതാണ്. അതിനെയെല്ലാം തന്നെയാണ് ചോദ്യം ചെയ്തുകൊണ്ട് സുധാകരൻ രംഗത്ത് വന്നത്. പലപ്പോഴും കേരളം നമ്പർ 1 ആണ്, അതാണ് സുധാകരൻ എടുത്തു പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം. നമ്പർ 1 എന്നൊക്കെ പറഞ്ഞിരുന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നെഹളിക്കുന്നത് എന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. ഇത് ഒന്നാം തരം തട്ടിപ്പല്ലേ? ഈ സുധാകരന്റെ ഇത്തരത്തിലുള്ള പറച്ചിൽ 2 തെരഞ്ഞെടുപ്പുകൾ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അത് കൂടുതൽ LDF-ന് ദോഷം ചെയ്യും, CPM-ന് ദോഷം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം സുധാകരൻ പറയുന്നത് വെറും വിടുവായിത്തമല്ല എന്ന് ഏവർക്കും, സുധാകരനെ മനസ്സിലാക്കിയിട്ടുള്ള ഏവർക്കും അറിയാം, അതിൽ കഴമ്പുണ്ട് എന്നുള്ളത്. ഒന്നാമത് പാർട്ടി ഇപ്പോൾ CPM നയിക്കുന്ന LDF അങ്കലാപ്പിൽ നിൽക്കുകയാണ്. CPM-നെ ഉള്ളു അങ്കലാപ്പ്, CPI-ക്ക് ഭരണം വേണ്ടെന്നാണ് പറയുന്നത്. 3-ാം വട്ടം അധികാരത്തിൽ വരാനിടയാകരുത് എന്ന് CPI-യുടെ ജില്ലാ സമ്മേളനങ്ങളിൽ നിന്ന് ഉയർന്നു കേട്ട ഒരു ശബ്ദമാണ്. അപ്പോൾ ഒരുപക്ഷെ CPI-ക്കാർ തന്നെ CPM-നെ പലയിടങ്ങളിലും പാലം വഹിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് അധികാരത്തിൽ വരരുത് എന്ന് പറയുന്നു? അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അഹങ്കാരത്തിന്റെ മൂർധന്യത്തിലെത്തും, അത് പാർട്ടിയെ, പ്രസ്ഥാനത്തെ നശിപ്പിക്കും എന്നാണ് CPI മനസ്സിലാക്കിയത്. CPI-ക്ക് അറിയാം CPM തീർന്നു കഴിഞ്ഞാൽ അതിനും തൊട്ടു മുന്നേ തന്നെ CPI-യും തകരും എന്നുള്ളത്. അപ്പൊ ഘടകകക്ഷിയായ CPI ഇങ്ങനെ പറയുന്നു. മറ്റ് ഘടകകക്ഷികൾക്കൊക്കെ മറ്റിടങ്ങളിലേക്ക് പോകാൻ വഴിയുണ്ട്. മറ്റ് ഘടകകക്ഷികൾ എന്ന് പറഞ്ഞാൽ പിന്നുള്ളത് പ്രധാനി ജോസ് കെ മാണി വിഭാഗമാണ്. അത് ഏത് സമയവും ഇപ്പുറത്തേക്ക് വരാം, അതിനവർക്ക് യാതൊരു ഉളുപ്പുമില്ല, അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും. പിന്നെ ഉള്ളത് ഈ ചില ഒറ്റയാൾ പട്ടാളങ്ങളൊക്കെയാണ്. അത് അവിടെ നിന്നുകൊണ്ട് കൈകൊട്ടി വിളിച്ചാൽ ഇങ്ങ് വരും, അങ്ങനെ വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ് അവരും. എനിക്ക് തോന്നുന്നു എന്തായാലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയുന്നിടം വരെ പലരും ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് വേണം എങ്ങോട്ടേക്ക് പോകണം. എങ്ങോട്ടേക്കെന്ന് ചോദിച്ചാൽ കേരളത്തിൽ NDA മുന്നണിയും ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്, അങ്ങോട്ട് വേണമെങ്കിലും ആകാം എന്നുള്ളതാണ്. അതുകൊണ്ട് സുധാകരൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. സുധാകരനാണ് യഥാർത്ഥത്തിൽ ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.